അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഈ മണിക്കൂർ ലഭ്യമാകുന്നുണ്ട്. ആ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് 3 പേരുടെ ജീവനെടുത്ത അപകടത്തിന്റെ ദൃശ്യങ്ങളാണ്. കോർപ്പറേഷന്റെ ഉടമസ്ഥതയുള്ള 50 വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്ന് വീണ് രാവിലെ രാവന്തിയോളം ജോലി ചെയ്ത് വിശ്രമിക്കാനിരുന്ന 3 തൊഴിലാളികൾക്ക് മുകളിൽ പതിച്ചു. 3 തൊഴിലാളികൾ മരിച്ചു. 5 പേർക്കാണ് ആകെ പരിക്കേറ്റത്. അതിൽ 3 പേർ ഇപ്പോൾ 3 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 2 പേർ പരിക്കുകളോടെ ചികിത്സയിലാണ്. ആ ഞെട്ടിക്കുന്ന അപകടത്തിന്റെ പഴയങ്ങാടിലെ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ്. ഈ അപകടം നടക്കുന്ന 12:58 CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ അപകടത്തിൽ നിന്ന് അതായത് നമുക്കിതിൽ ഈ കെട്ടിടം തകരുന്നത് കാണാൻ കഴിയുന്നില്ല. അത് ഞാൻ ആ CCTV ദൃശ്യം നേരിട്ട് പോയി പരിശോധിച്ചാണ്. ഈ സംഭവം നടക്കുന്ന തകർന്നു വീണ കെട്ടിടത്തിന്റെ നേരെ അഭിമുഖമായിട്ടുള്ള ഒരു കടയിലെ CCTV ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് ആ കടയിലേക്ക് വരുന്ന വാഹനങ്ങൾ, അതിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ, അതൊക്കെ പകർത്തുന്നതിന് വേണ്ടി വച്ചിരുന്ന ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ അതിൽ ഈ തകർന്ന കട പെട്ടിട്ടില്ല. പക്ഷെ അതിൽ നിന്ന് വ്യക്തമാണ് അത് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ആളുകളുടെ ഒരു ആഘാതം, ഒരു ഞെട്ടൽ. ആ 3 ജീവനുകൾ കവർന്നെടുത്തത് കൺമുന്നിൽ കണ്ടതിന്റെ ഷോക്ക് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. ആളുകൾ തലയിൽ കൈവച്ചുകൊണ്ടാണ് ആ അപകടത്തെ അവർ വിശേഷിപ്പിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതാണ് ഈ സംഭവം നടന്നതിന്റെ ഏക ദൃക്സാക്ഷി, ആ ഒരു CCTV ദൃശ്യം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങളാണ്. അതിൽ പക്ഷേ കെട്ടിടം തകരുന്നത് വ്യക്തമല്ലെങ്കിലും എന്തായിരുന്നു ആ അപകടം ഉണ്ടാക്കിയ ആഘാതം എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷന്റെ മുന്നിൽ BJP നേതാക്കളുടെ പ്രതിഷേധം, കൗൺസിലർമാരടങ്ങുന്ന സംഘത്തിന്റെ പ്രതിഷേധം ഇങ്ങനെ തുടരുകയാണ്. വലിയ രീതിയിൽ ഒരുപക്ഷെ പ്രകാശ് ബാബുവിനെയൊക്കെ നിലത്തിട്ട് വലിച്ചിഴയ്ക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടു. ഒരുപക്ഷെ അല്പം പരുഷമായിക്കൊണ്ട് പോലീസ് പ്രകാശ് ബാബുവിനോട് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. നിങ്ങളൊക്കെ ആരാണ് പ്രതിഷേധിക്കാൻ എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത്. എന്നാൽ അവർക്കിവിടെ ശബ്ദമുണ്ട്, അവർ സാധാരണക്കാരുടെ ശബ്ദമാകാനാണ് ഇവിടെ വന്നത് എന്ന് പോലീസുകാർ മനസ്സിലാക്കേണ്ടതുണ്ട്. വളരെ പരുഷമായാണ് അദ്ദേഹത്തോട് പോലീസ് പെരുമാറിയത് എന്നുള്ളത് നമ്മൾ നേരിട്ട് കണ്ടതാണ്.